വെൽക്കം ടു കോമഡി മാസ്റ്റർ. ഒന്നും വെച്ച് താമസിക്കുന്നില്ല, നമുക്ക് നേരെ ഒരു ഡ്രൈവിംഗ് സ്കൂളിലേക്ക് പോയാലോ? ചൂടപ്പം പോലെ നേരെ പോകുന്നു ഡ്രൈവിംഗ് സ്കൂളിലേക്ക്. എന്റെ ഭഗവാനെ, ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ജീവൻ ഡ്രൈവിംഗ് സ്കൂൾ എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഞാൻ തുടങ്ങിയത്. പക്ഷെ ഇത് തുടങ്ങിയിട്ട് ഒരു ജീവ് പോലും ഈ പരിസരത്തേക്ക് വന്നിട്ടില്ല. ഇങ്ങനെ പോയാൽ ഞാൻ എന്ത് ചെയ്യും? ഹലോ, നമസ്കാരം. നമസ്കാരം. ഈ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന മാസ്റ്റർ? അയ്യോ, ഡ്രൈവിംഗ് പഠിക്കുന്നവരെ മാസ്റ്റർ എന്നല്ല പറയുന്നത്, ആശാൻ. ആശാൻ? പുള്ളിനെ വിളിക്കും, എനിക്ക് കുറച്ച് കാര്യങ്ങൾ. അല്ല, ഞാനാണ് ഈ സ്ഥാപനത്തിന്റെ ആശാൻ. നിങ്ങളാണ് ആശാൻ? ജീവൻ ഡ്രൈവിംഗ് സ്കൂളിന്റെ ആശാൻ, പ്രൊപ്പറേറ്റർ ജീവൻ. ഹലോ ആശാൻ. ഞാൻ വന്നതേ, എനിക്ക് ലൈസൻസ് എടുക്കണമായിരുന്നു. എടുക്കാലോ, നിങ്ങൾക്കൊക്കെ ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ സ്ഥാപനം ഇവിടെ തുറന്നു വെച്ചിരിക്കുന്നത്. അതല്ല, ഈ ലൈസൻസ് എടുക്കാൻ എത്രയാ ചാർജ്? അത് കുഴപ്പമില്ല, നമുക്ക് പല പല ചാർജുകളുണ്ട്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സാറിന് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം, കുഴപ്പമില്ല. എനിക്ക് പെട്ടെന്ന് എടുക്കണം, അതാണ്. പെട്ടെന്ന് എടുക്കാം, നമ്മൾ പെട്ടെന്ന് റെഡിയാക്കി തരാം. അതിനുള്ള മാർഗമൊക്കെ ഞാൻ ചെയ്തു. മതി 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 മതി. ഈ ലൈസൻസ് എവിടെയാ വെച്ചിരിക്കുന്നത്? അല്ല, സാറ് ലൈസൻസ് എവിടെ വെച്ചിരിക്കുന്നു പറഞ്ഞാൽ ഞാൻ ചെന്ന് പെട്ടെന്ന് എടുത്തോളാം. അയ്യോ, അങ്ങനെ ലൈസൻസ് അച്ചടിച്ച് വെച്ചേക്കുന്നതല്ല. അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ആദ്യം ഡ്രൈവിംഗ് പഠിക്കണം. ഡ്രൈവിംഗ് പഠിച്ച് റോട്ടിൽ കൂടെ ഓടിച്ച് കാണിച്ചിട്ട്, ഇത് കണ്ടോ ഗ്രൗണ്ടിൽ കമ്പി അടിച്ചോ, അതിൽ പോയി എച്ചെടുത്ത് കഴിഞ്ഞാലേ നമുക്ക് ലൈസൻസ് കിട്ടുള്ളൂ. അല്ലാണ്ട് ഓടിച്ചൊന്നും എടുക്കാൻ പറ്റില്ല. അത്രയൊക്കെ ഉണ്ടല്ലേ? അതെ അതെ. സാറിനപ്പോ 2 വീലർ ലൈസൻസ് ആണോ വേണ്ടത്, 4 വീലറിന്റെ ലൈസൻസ് ആണോ വേണ്ടത്? എനിക്ക് 2 വീലറിലും വേണ്ട, 4 വീലർ ലൈസൻസും വേണ്ട. എനിക്ക് 3 വീലർ ലൈസൻസ് മതി. ഓ, ഓട്ടോ ഓടിക്കാൻ? ഓട്ടോ ഓടിക്കാനല്ല, ഫ്ലൈറ്റ്, വിമാനം ഓടിക്കാൻ. എങ്ങനെ? 3 വീലർ അല്ലേ, വിമാനം. അല്ല സാറേ, ഞാൻ വിമാനം ഓടിക്കാൻ പോയതാ പഠിക്കാൻ. പക്ഷെ അതിന്റെ അകത്ത് കേറിയപ്പോ സ്റ്റെയറിംഗ് ഇല്ല, അതിന്റെ കുറ്റി മാത്രമേ ഉള്ളൂ. കാലത്തും വെറുതെ മനുഷ്യനെ ആശിപ്പിക്കാനായിട്ട് ഓരോരുത്തർ. ഇതെന്താ ഈ ഗുണ്ട സെബൊക്കെ ഇങ്ങോട്ട് വന്നത്? എന്താ ഇതിന്റെ ഇവിടെ കാര്യം? ഗുണ്ട സെബോ എന്ത് സെബു ആണെങ്കിലും ഭക്ഷണ കാര്യങ്ങളൊക്കെ ഒന്ന് നിയന്ത്രിക്കണം കേട്ടാ. വയറ് ഓരോ ദിവസത്തിൽ തോറും ചാടി ചാടി വരെയുള്ളത്, അത് കണ്ടില്ലേ? ഇതല്ല വയറ്, ഇതാണ്. ഞാനും ആലോചിച്ചിട്ടാ, ഒരാൾക്ക് മുന്നിലും പിന്നിലും വയറാന്ന്. ഞങ്ങള് പാരമ്പര്യമായിട്ട് ഗുണ്ടകളാണ്. ഓ, കുലത്തൊഴിലാണല്ലേ? അല്ലല്ല, കൊലത്തൊഴിൽ. അച്ഛൻ ഗുണ്ടവർക്കി. ഗുണ്ടവർക്കിന്നാ? ഗുണ്ടവർക്കില്ല, ഗുണ്ടവർക്കി. ഗുണ്ടവർക്കി. അനിയൻ ഗുണ്ട ജോയ്. പിന്നെ വല്യപ്പച്ചൻ ഗുണ്ട പപ്പച്ചൻ. അമ്മ ഗുണ്ടിലിസി. അയ്യേ, എനിക്ക് ബോച്ചറ മുമ്പിച്ചെന്ന് പറഞ്ഞിട്ട് അങ്ങേർക്ക് ഈഗോ അടിക്കും. ലൈസൻസ് വേണം. ലൈസൻസ് വേണം. എത്ര ലൈസൻസ് വേണം? ഒരു 5 എണ്ണം എടുത്തു, ഇല്ലാത്തവർക്ക് കൊടുക്കാലോ. അയ്യോടാ, പരമകാരിയാണല്ലേ. ഇവിടെ ലൈസൻസ് ഇങ്ങനെ ചന്തയിൽ പോയി കാശ് കൊടുത്ത് മേടിക്കാനില്ല. ഇവിടെ അതിന്റേതായ കുറെ കാര്യങ്ങളുണ്ട്. എന്ത്? നമ്മൾ ഡ്രൈവിംഗ് പഠിച്ച് റോട്ടിൽ കൂടെ ഓടിച്ചാൽ മാത്രമേ തനിക്ക് ലൈസൻസ് എടുക്കാൻ പറ്റുള്ളൂ. അയ്യോ, അങ്ങനെയാണെങ്കിൽ ഈ ഫ്ലൈറ്റ് ഓടിക്കാൻ ലൈസൻസ് വേണ്ടല്ലേ? അതെന്താണത്? അല്ല, അത് റോട്ടിൽ കൂടെ അല്ലേ, മേലെ കൂടെ പോണേ. പറയുന്നവനാണ് എനിക്ക് എങ്ങനെയും ലൈസൻസ് എടുത്തു. ഇവിടെ തനിക്ക് 2 വീലർ ലൈസൻസ് ആണോ വേണ്ടത്, 4 വീലർ ലൈസൻസ് ആണോ വേണ്ടത്? മനസ്സിലായില്ല. അതായത് 2 വീലർ എന്ന് പറഞ്ഞാൽ 2 വീലുള്ളത്, ബൈക്ക് അതുപോലത്തെ ആക്റ്റീവ സാധനങ്ങള്. 4 വീലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്, ജീപ്പ്, ടെമ്പോ, ഈ വക സാധനങ്ങളാണ് 4 വീലർ. അപ്പൊ ഈ ട്രെയിൻ എത്ര വീലറാ? അയ്യോ, എടാ, നിനക്ക് 2 വീലർ ആണോ വേണ്ടത്, 4 വീലർ ലൈസൻസ് ആണോ വേണ്ടത്? എന്താണെന്ന് പറ നീ. ഈ 2 വീലറിന്റെ എടുക്കുമ്പോ എത്ര പൈസ ആവും? 2 വീലർ ആവുമ്പോ 10,000 രൂപ വേണ്ടി വരും. അപ്പൊ 4 വീലറോ? 4 വീലറിന് 25,000 രൂപ. എന്നാ 2 2 വീലർ എടുത്തു. 2 2 വീലർ? അതിനാണ് 4 വീലർ അല്ലേ? എവിടെങ്കിലും ലൈസൻസ് എടുത്തോളാൻ. ഇല്ല, ഞാൻ എടുത്തോളാം. എവിടെ പോയാലും നിനക്ക് ആര് ലൈസൻസ് തരാനാ? പേടിപ്പിക്കുന്നുണ്ടാ. എടാ, ഈ പരിസരത്തെ എന്റെ ഈ സ്ഥാപനം മാത്രമേ ഉള്ളൂ, ജീവൻ ഡ്രൈവിംഗ് സ്കൂൾ. ഈ ജീവൻ ഡ്രൈവിംഗ് സ്കൂളിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇവിടെ പെണ്ണുങ്ങളെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നത് പെണ്ണാണ്. ഓ, അതാണല്ലേ പെൺ ഡ്രൈവ്. ആണുങ്ങളെ ഡ്രൈവിംഗ് പഠിക്കുന്നതാണോ ആൻഡ്രോയിഡ്? പഠിക്കാനല്ല. എടാ, എന്തിനാടാ ഈ നേരത്തെ ബുദ്ധിമുട്ടിക്കാനായിട്ട്? നിനക്ക് വേറെ പെട്ടും കുത്തും തൊഴിലുണ്ടല്ല, പിന്നെ നീ എന്തിനാ ഈ ലൈസൻസ് എടുക്കാൻ വന്നത്? എനിക്ക് ഗുണ്ടാപ്പണിയൊക്കെ ആയിരുന്നു. പണ്ടൊക്കെ ഈ കാല് വെട്ടിയ 50,000 കിട്ടും, കൈ വെട്ടിക്കഴിഞ്ഞാൽ 25,000, തല വെട്ടിയ പിന്നെ 10,000. തല വെട്ടിയ 10,000? അതാണത്? തല വെട്ടിക്കഴിഞ്ഞാൽ അവന്റെ ശല്യം തീർന്നില്ല. കയ്യോ കാലോ അവന്റെ വെട്ടിക്കഴിഞ്ഞാൽ അവൻ ഹോസ്പിറ്റലിൽ പോയി ചികിത്സ കഴിഞ്ഞ് എന്റെ കൈ കാലും വെട്ടും. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന തന്നരോ പൈസ. മെനഘട്ട ചോദ്യം ചോദിക്കരുത്. ഇപ്പൊ കരഞ്ഞ ഞാൻ ഗുണ്ടയാണ്, ഗുണ്ട. അത് ഈ ഗുണ്ടാ പരിപാടിയൊക്കെ നിർത്തി പണിയെടുത്ത് ജീവിക്കാൻ വേണ്ടിയാണ് ഈ ലൈസൻസ് എടുക്കുന്നത്. പിന്നെ പണിയെടുത്ത് ജീവിക്കാൻ വേണ്ടി. ശരി, എന്തെങ്കിലും ആവട്ടെ, നിന്നെ ഞാൻ സഹായിക്കാം. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്താ? ഈ നിമിഷം മുതൽ നീ എന്റെ ശിഷ്യനും ഞാൻ നിന്റെ ആശാനുമാണ്.
ആയിക്കോട്ടെ നിന്റെ ഈ ഗുണ്ടായുധ പരിപാടി ഒന്നും നടക്കൂല. അവിടെ മാറിക്ക്. ശരി അച്ഛനെ. ഉണ്ടായിച്ചിട്ട് അനുഗ്രഹം പേടിപ്പിച്ചോളെ അച്ഛനെ അനുഗ്രഹിച്ചിരിക്കുന്നു. അപ്പൊ നമുക്ക് ഡ്രൈവിങ്ങിന്റെ ആദ്യ പാഠങ്ങൾ പഠിക്കാം. ഓക്കെ അച്ഛനെ. ആദ്യം ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതിന് നമുക്ക് ആദ്യം വേണ്ടത് എല്ലെടുക്കണം. അച്ഛൻ പറഞ്ഞു 10 പൈസ തരണം. ആരെ എല്ല് വേണമെങ്കിലും ആരെ വർക്കിടെ എല്ലെടുക്ക് പോയി. അയാളുടെ എല്ല് മൊത്തം ആൾക്കാരെ എടുത്ത് പിന്നെ എടുക്കാൻ പറ്റില്ല. ലൈസൻസ് എടുക്കണം ആദ്യം. ഓ അതെനിക്ക്. ഒരു വണ്ടി, ഒരു കാർ ഇപ്പൊ കിടക്കുകയാണ്. ഒരു കാർ സ്റ്റാർട്ട് ചെയ്യണതിന് ആദ്യം എന്ത് ചെയ്യണം? അത് സിമ്പിൾ അല്ലേ? അതിന്റെ അകത്ത് കയറി താക്കോട സ്റ്റാർട്ടാക്ക. കാറിന്റെ ഡോറ് തുറക്കാതെ അകത്ത് കയറാൻ പറ്റോ? കാറിന്റെ ഡോറ് തുറന്ന് അകത്ത് കയറിയിട്ട് വേണം നമ്മൾ കീടാൻ. എന്താടാ നീ തല്ലിതാണ്? കാറ് ഡോറ് തുറന്നാൽ അടയ്ക്കാനുള്ള മര്യാദ കാണിക്കും. കാറിന്റെ ഡോറ് തുറന്നു, അകത്ത് കയറി, ഡോർ അടച്ചു. ഇനി നമുക്ക് താക്കോലിടാലോ. അടിച്ച് കാരണം ഞാൻ നോക്കും. ഇപ്പൊ എന്താടാ നീ എന്നെ തല്ലിയത്? സീറ്റ് പറ്റി തന്നെ അപ്പോഴോ വിട്ടേക്ക്, എല്ലാം വിട്ടേക്ക്. ആശാനൊന്നും പറഞ്ഞ് എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. ഇനി നമുക്ക് ബ്രേക്കിനെ കുറിച്ച് പഠിക്കാം. എന്താണ് ബ്രേക്ക്? 1 മിനിറ്റ്. എന്ത് കോപ്രായോടെ കാണിക്കണത്? ഇതാണ് അച്ഛൻ പറഞ്ഞ ബ്രേക്ക്. ഈ ബ്രേക്ക് ഡാൻസ് കളിച്ചിട്ട് എനിക്ക് സ്കൂൾ കലോത്സവത്തില് 4 കോപ്പ ഇട്ടുണ്ട്. മനുഷ്യരെ ബുദ്ധിമുട്ടിക്കാനുണ്ട്. ബ്രേക്ക് വിട്. പിന്നെന്താ? ഇനി ഞാൻ ഇൻഡിക്കേറ്ററിനെ കുറിച്ച് പഠിപ്പിക്കാം. ആയിക്കോട്ടെ. ഇതാണ് ഈ വണ്ടിയുടെ ഇൻഡിക്കേറ്റർ. ആയിക്കോട്ടെ. ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കൂ. ഉണ്ട്, ഇല്ല, ഉണ്ട്, ഇല്ല, ഉണ്ട്, ഇല്ല, ഉണ്ട്, ഇല്ല. അച്ഛനെ ലൂസ് കണക്ഷൻ ആണ്. ഒന്ന് റെഡി ആക്കൂ. എന്ത് ഇത് കത്തുന്നു കെടുന്നു കത്തുന്നു കെടുന്നു കത്തുന്നു? അങ്ങനെയാണ് നമ്മൾ വളവുകൾ തിരിയുമ്പോ ഇടത്തേക്ക് പോകുമ്പോ ഇടത്തേക്ക് ഇടുക, വലത്തേക്ക് പോകുമ്പോ വലത്തേക്ക് ഇടുക. അതിനാണ് ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്നത്. ഞാൻ പഠിച്ചു വന്നല്ലുള്ളൂ. ഇനി നമുക്ക് സിഗ്നൽസിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ. ഈ സിഗ്നൽ എന്താണ് പറയൂ? ഇത് ലുട്ടാപ്പിയുടെ കുന്തം. അപ്പൊ ഇതെന്താന്ന് പറയൂ? അത് ലുട്ടാപ്പിയുടെ കുന്തം മായാവി വളച്ചു വെച്ചിരിക്കുന്നു. അപ്പനാണ് വളർത്തത്. എന്നെ കഴുകി വെച്ചരുത്. എടാ, ഇത് റോഡ് സ്ട്രെയിറ്റ് ആണെന്ന് കാണിക്കുന്നതാണിത്. മനസ്സിലാവണ്ട? പഠിച്ചു വന്ന ഇത് റോഡിൽ യു ടേൺ ഉണ്ട് എന്ന് കാണിക്കുന്ന സിഗ്നലാണിത്. ശരി അച്ഛനെ. നീയൊക്കെ എവിടെ വരടാ? ഇതെന്താണ് സാധനം? ചിരിക്കാതെ പറ. ഈ പെണ്ണുങ്ങളൊക്കെ ഇരിക്കുമ്പോ അച്ഛൻ ഇതൊക്കെ സ്ത്രീകളും എന്ത് ഇങ്ങനെ നോക്കി? ഇതെന്താണ് ഇങ്ങനെ കാണിക്കുന്നത്? ഞാൻ പറയില്ലേ? പറയ്. കാലില്ലാത്ത കൂളിംഗ് ഗ്ലാസ്. പിടിപ്പിക്കരുത്. എടാ, നീ മര്യാദക്ക് ഡ്രൈവിംഗ് പഠിച്ചാലും നീ ഡ്രൈവർ ആവുള്ളൂ. അങ്ങനെ പറയല്ലേ? സ്കൂൾ ഡ്രൈവർ ഡ്രൈവിംഗ് പഠിച്ചിട്ടാണോ ഡ്രൈവറായത്? ഡ്രൈവ് പഠിച്ചിട്ടോ? എല്ലാത്തിനും ഡ്രൈവറായോ? സംസാരിക്കുന്നത് ആശാനെ. ആശാൻ എല്ലിനെ കൊണ്ടെന്ന് പറഞ്ഞപ്പോ എന്റെ കാലിന്റെ എല്ല് തല്ലി കൊടുക്കുന്നു ഞാൻ വിചാരിച്ചില്ല ആശാനെ. ഇത് ജീവൻ ഡ്രൈവ് സ്കൂളല്ല, ജീവൻ എടുക്കുന്ന ഡ്രൈവ് സ്കൂളാണ്. എന്റെ കാലേ, എന്റെ കാല്. അയ്യോ 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 അയ്യോ. ആശാനെ, എനിക്ക് 4 വീലർ കിട്ടി. ഇനി ഇതിന് ലൈസൻസ് എടുക്കണോ ആശാനെ? ഡ്രൈവിംഗ് സ്കൂളിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴാണ് നമുക്ക് എന്താ ഡ്രൈവിംഗ് സ്കൂളിനെ ബന്ധപ്പെട്ട് ബാക്കി കഥകൾ അങ്ങ് പറഞ്ഞു പോയാലോ? ഒരു ടാസ്ക് രൂപേണ നമുക്ക് ഈ കഥ പോവാം. ഇത് കരക്കാർ തമ്മിലല്ല മത്സരം. നമുക്ക് ഇൻഡിവിജ്വലി നമുക്ക് ഈ ഒരു ഗെയിം കളിക്കാം. അതായത് ഞാനിപ്പോ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാണ്, അതിന്റെ ബാക്കി കണ്ടിന്യൂഷൻ ഡയന പറയുന്നു, പിന്നെ അവിടുന്ന് നോബിച്ചേട്ടൻ പറയുന്നു, അത് ഏറ്റുപിടിക്കുന്നു ശ്വേതാജി, അത് കഴിഞ്ഞ് അഖില് പറയുന്നു, ശ്രീവിദ്യ, പിന്നെ അങ്ങനെ ഇങ്ങനെ പോയാൽ മതി, പിന്നെ ഇങ്ങോട്ട് കിട്ടാറുണ്ട്. തുടങ്ങാം. സ്ഥാനം പിടി കിട്ടിയല്ലോ. ഒരു സ്റ്റേറ്റ്മെന്റ് അതിന്റെ ബാക്കി പറഞ്ഞു പോവാം. അപ്പൊ ഞാൻ ആദ്യം പറയാം. ഇപ്പൊ ഡ്രൈവിംഗ് സ്കൂളിന്റെ കാര്യം പറഞ്ഞു വന്നതുകൊണ്ട് വണ്ടി എടുത്താലേ ഓടിക്കാൻ പറ്റുള്ളൂ. കാറാണ് ഓടിക്കേണ്ടതെങ്കിൽ 4 ടയേഴ്സ് വേണം. ഈ കാറും കൊണ്ട് റോട്ടിൽ ഇറങ്ങണമെങ്കിൽ എച്ച് എടുക്കണം ആദ്യം. ഈ എച്ച് എടുക്കണമെങ്കിൽ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി നന്നായി പഠിച്ചാൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഡ്രൈവിംഗ് സ്കൂളിൽ പോകണമെങ്കിൽ ലൈസൻസ് എടുക്കുന്നുള്ള ആഗ്രഹം വേണം.
പക്ഷെ കേരളത്തിലെ റോഡില് വണ്ടി ഓടിക്കാൻ അറിയണമെങ്കിൽ കുത്തി തുറത്താൻ അറിയണം. എന്നറിയണം? ഓക്കെ. ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവാൻ ആദ്യം ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ജോയിൻ ചെയ്യണം. വീണ്ടും ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ലേണേഴ്സ് എടുക്കണം. ലേണേഴ്സ് എടുക്കണമെങ്കിൽ ലേണേഴ്സ് ടെസ്റ്റ് എഴുതണം, എന്നാലേ ലൈസൻസ് കിട്ടും. അത് കഴിഞ്ഞ് എനിക്ക് ലൈസൻസ് കിട്ടി കഴിഞ്ഞാൽ എനിക്ക് എന്റെ ഫാമിലിന്റെ കൂടെ ഒരു ചെത്ത് ട്രിപ്പിൽ പോണം. ആരെ കൊണ്ട് പോകാനായാലും വണ്ടിയിൽ ഫസ്റ്റ് ഗിയർ ഇട്ടാലേ മുമ്പോട്ട് പോവുള്ളൂ. മുന്നിലോ ബാക്കിലോ നിൽക്കുന്നവരെ തെറി പറയാനാണ് നമ്മൾ ഹോണുകൾ ഉപയോഗിക്കുന്നത്. ആ ഹോൺ അടിക്കാറെങ്കിൽ ഡ്രൈവിംഗ് പഠിക്കണമല്ലോ. ഇയാള് വെള്ളം സദ്യക്ക് വെള്ളം മാത്രം വിളമാതിക്കാണ്. ഫസ്റ്റ് ഗിയർ ഇടണമെങ്കിൽ ആദ്യം ബ്രേക്കിന്റെ കൂടെ ക്ലച്ച് അമർത്തണം അല്ലേ? ആക്സിലറിന്റെ കൂടെയാണ് ക്ലച്ച് അമർത്തേണ്ടത്. എനിക്കറിയില്ല. വണ്ടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും നിർത്തണമെങ്കിൽ ബ്രേക്ക് ഒന്ന് തൊട്ടണം. ബ്രേക്ക് ഒന്ന് തൊടണം. അപ്പൊ ഓക്കെ ബ്രേക്ക് പറയട്ടെടാ, ബ്രേക്ക് തൊടട്ടെ. അല്ല പിന്നെ എന്താ നമ്മള് ആൾക്കാരെ പറ്റി ശ്രദ്ധിച്ച് ഓടിക്കണം. അപ്പൊ ബ്രേക്ക് എത്ര ഇട്ടാലും ചില ആൾക്കാർക്ക് അതിന് ഒരു ഇത് ഉണ്ടാവില്ല, മറ്റേ ഫോഴ്സ് ഉണ്ടാവില്ല. അപ്പൊ ബ്രേക്കിൽ ഇത്തിരി ഗ്രീസ് ഇട്ടോടെ വെച്ച് മുന്നോട്ടോ. ഞാനേ നേരെ ഈ ബ്രേക്ക് ഇടുമ്പോ എന്റെ വണ്ടി ഓടിക്കാത്തോണ്ട് ഞാൻ സർവീസിന് കൊടുക്കാൻ പോവാണ്. ബ്രേക്കിന് പ്രശ്നമായോ? സർവീസിന് കൊടുത്തിട്ടുണ്ട് വണ്ടി. ഇതെല്ലാം ഓക്കെ. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോ സീറ്റ് ബെൽറ്റ് പിടിച്ചിട്ടില്ലെങ്കിൽ ക്യാമറ പെട്ടി വീട്ടിയിരിക്കും. സീറ്റ് ബെൽറ്റ് മാത്രം പോരാ, നമ്മുടെ മിറർ ഒക്കെ ആദ്യം സെറ്റ് ചെയ്യണം വണ്ടി റോഡിലേക്ക് ഇറക്കുന്നതിന് മുന്നേ. ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഡ്രൈവിംഗ് പഠിക്കണം. വണ്ടി ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ട് തിരിക്കുന്നതിന് മുമ്പ് ഇൻഡിക്കേറ്റർ ഇടാൻ മറക്കരുത്. ഇൻഡിക്കേറ്റർ ഇടുകയും വണ്ടി ഓട്ടിക്കുകയും ചെയ്യപ്പെട്ടാൽ CC മുടങ്ങാതെ അടയ്ക്കണം. അല്ല എന്റെ വണ്ടി ലോണിലായോണ്ട് ഞാൻ അതാണ് ശ്രമിക്കുന്നത്. വണ്ടി ചിലപ്പോ എടുക്കാറില്ല, ഞാൻ ലോൺ അടിക്കാനാ നോക്കുന്നത്. ഇതെല്ലാം ഓക്കെ. പെട്രോൾ അടിക്കാൻ മറന്ന വഴി കിടന്ന് കുടുംബക്കാരെല്ലാരും കൂടെ കല്യാണ ഡ്രസ് തൊട്ട് വണ്ടി തള്ളും. ടയറിൽ കാറ്റുണ്ടോ എന്ന് ഇടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്യണം. വണ്ടിയിലിരുന്ന് ചൂടെടുക്കുന്നുണ്ടെങ്കിൽ AC ഓൺ ചെയ്യാൻ മറക്കരുത്. അതൊരു പുതു ഏർവാണ്. കാര്യം വണ്ടിയിലിരുന്ന് ചൂടെടുക്കണമെങ്കിൽ AC ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പറഞ്ഞു തന്നതിന് ഓർമ്മ. പക്ഷെ നേരെ കേറി വണ്ടിയിൽ AC ഓൺ ചെയ്യരുത്. അതിൽ ബെൻസീൻ എയർ ഉണ്ടാവും, അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. അപ്പൊ ആദ്യം ഇരുന്ന് കഴിഞ്ഞിട്ട് വിൻഡോ താഴ്ത്തിട്ടിട്ട് നോർമലായ എയർ കേറി കഴിഞ്ഞിട്ട് ബെൻസീൻ പുറത്തു പോയി കഴിഞ്ഞിട്ട് മാത്രമേ സ്ലോലി AC ഓൺ ചെയ്യാൻ പാടുള്ളൂ. അതാണ് നമുക്ക് തണുപ്പിന് നല്ലത്. പിന്നെ വണ്ടി നമ്മൾ പാർക്ക് ചെയ്തിട്ടാണ് എടുക്കുന്നത്. വൈപ്പർ വാഷ് അടിച്ച് വൈപ്പർ ഇട്ട് ജസ്റ്റ് ഒന്ന് ഗ്ലാസ് തിരിയണം, ഇല്ലെങ്കിൽ ഒന്ന് കാണാനും പറ്റും. അവസരം പ്രശ്നമാകും കേട്ടോ. കാർബണേറ്റർ വെള്ളം ഒഴിക്കേണ്ടത് പറഞ്ഞു. സൺറൂഫാന്ന് വിചാരിച്ച് നട്ടുച്ചയ്ക്ക് ഇത് ഓപ്പൺ ചെയ്യരുത്. തലയിൽ വെയിലടിക്കും, തലവേദന വരും. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് ചെക്കിംഗ് ഉണ്ടാവാൻ സാധ്യത ഉള്ളതുകൊണ്ട് പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആയിരിക്കണം. വണ്ടിയുടെ പേപ്പർ നീ ആദ്യം ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്തു. പിന്നെ പ്രത്യേകിച്ച് വേറൊരു മോട്ടിവേഷൻ പറയാനുള്ളത് പ്രജാകലിന്റെ മദ്യപിച്ച് വാഹനം ഓട്ടിക്കണം. അല്ല മദ്യപിച്ച് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഡ്രൈവർ വെക്കാൻ നോക്കണം. മദ്യപിച്ചോളൂ, കൊടുക്കരുത്. അല്ല, ആ ഡ്രൈവറുമായിട്ട് ഷെയർ അടിക്കരുത്. പോകുമ്പോ എപ്പോഴും ഒരു 3-4 പേര് ഒരുമിച്ച് വണ്ടി കൊണ്ടുപോകാം. അത് അഥവാ കൂടെ വണ്ടി ഓടിക്കണോ അടിച്ചാലും അടിക്കാത്ത ഒരുത്തരെങ്കിലും കാണും. ശരി, സ്റ്റെപ്പിനി നിർബന്ധമാണ്. അല്ല, സ്റ്റെപ്പിനി എന്ന് പറഞ്ഞപ്പം എന്റെ ഡേർട്ടി മൈൻഡ്. സ്റ്റെപ്പിനിയുടെ കൂടെ അത്യാവശ്യം ടൂൾസും കാറിലുണ്ടായിരിക്കണം. പിന്നെ വേറൊരു കേസ്, കുതിര വണ്ടിയാണെങ്കിൽ സ്റ്റെപ്പിനി ആവശ്യമില്ല. എന്റെ വണ്ടി സർവീസിലല്ലേ, അപ്പൊ ഞാനൊന്ന് ടാക്സി പിടിക്കാൻ നോക്കട്ടെ. 4-വീലർ വണ്ടിയെ ഞാൻ കേറാറുള്ളൂ. വണ്ടിക്കകത്ത് കേറിയിട്ട് പുതിയ AC കാറാണെങ്കിൽ പഴയ ഓട്ടോറിക്ഷ നോർമലി സാമ്പ്രാണിത്തിരി കത്തിച്ച് വയ്ക്കാം. ഓട്ടോമാറ്റിക് വണ്ടി മേടിച്ചു കഴിഞ്ഞാൽ കയറ്റത്തിൽ ബുദ്ധിമുട്ടില്ലാണ്ട് വണ്ടി ഓടിക്കാം. ലൈസൻസ് എടുപ്പിച്ച സമയത്ത് പിന്നെ കൈ കൊണ്ട് ഈ ആക്ഷനൊക്കെ കാണിച്ച് പഠിപ്പിച്ചെന്ന് വെച്ചിട്ട് AC കാറിൽ ഓരോ ജംഗ്ഷനിൽ കൊണ്ട് ഗ്ലാസ് കാത്ത് ഇതും ഒന്നും കാണിക്കരുത്. മര്യാദയ്ക്ക് ഇൻഡിക്കേറ്റർ ഓടിച്ചു പോകണം. പിന്നെ എപ്പോഴും റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും മരത്തിന്റെ അടിയിൽ പാർക്ക് ചെയ്യരുത്. കാക്കത്തൂറി വൃത്തികേടാക്കും. പക്ഷെ വേറെ കാര്യമുണ്ട്, ഇതിലെല്ലാം ഡ്രൈവിംഗ് പഠിക്കണം. അതെ, ഇതെല്ലാം ചെയ്യണമെങ്കിൽ ഡ്രൈവിംഗ് പഠിക്കണം. അതാണ് അതിന്റെ മെയിൻ. കൊള്ളായിരുന്നു, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ. ഒരു മിനിറ്റ്, ഇനിയിപ്പോ എണ്ണ അടിക്കട്ടെ. എണ്ണ കയറുന്നു പമ്പിൽ കയറ്റാം. ഗ്യാസ് അല്ലേ? പമ്പി കയറ്റുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കണം, മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല. അതെ. വെൽക്കം ടു KSRTC ബസ് സ്റ്റേഷൻ. ഏവർക്കും KSRTC ബസ് സ്റ്റേഷനിലേക്ക് സ്വാഗതം. പാസഞ്ചേഴ്സ് അറ്റൻഷൻ പ്ലീസ്. ദി പാസഞ്ചേഴ്സ് ടു കോട്ടയം പ്ലീസ് ലിസൺ. യുവർ ബസ് നമ്പർ KL008 will arrive soon. Please go through gate number 7. Thank you.
Excuse me, sir. Yes. Good morning. Good morning. Welcome to KSRTC bus station. Thank you. I am station master Mani. താങ്കളുടെ എല്ലാ സഹായത്തിനും ഞാൻ ഒപ്പം ഉണ്ടാകും. താങ്കളുടെ ബസ് കൊല്ലത്തേക്കുള്ള ബസ് അരമണിക്കൂറൊക്കെ സ്റ്റേഷനിൽ എത്തിച്ചേരും. അപ്പോഴേക്കും സാറിനൊന്ന് ഫ്രഷ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഷ്റൂമിൽ എല്ലാ സെറ്റപ്പും റെഡിയാണ്. Thank you. അവിടെ ഹോട്ട് വാട്ടർ ഉണ്ട്, കോൾഡ് വാട്ടർ ഉണ്ട്, നോർമൽ വാട്ടർ ഉണ്ട്, റോസ് വാട്ടർ ഉണ്ട്. ഏത് വേണമെങ്കിലും സാറിന് യൂസ് ചെയ്യാം. ചെറുത് അടിക്കുമെങ്കിൽ സൈഡിൽ സോഡ വാട്ടർ ഉണ്ട്. യാത്രക്കാരുടെ കംഫർട്ട് അതാണ് KSRTCക്ക് വലുത്. പിന്നെ സാറിന് ഫേസ് ഒക്കെ വാഷ് ചെയ്തിട്ട് ഒന്ന് തുടയ്ക്കാനായിട്ടുള്ള ടവൽ വേണ്ട, വേണമെങ്കിൽ ഞാൻ വന്ന് തുടച്ചു തരാം സാർ. വേണ്ട. KSRTCക്ക് യാത്രക്കാരുടെ കംഫർട്ടാണ് വലുത്. എങ്കിൽ പിന്നെ കംഫർട്ട് സ്റ്റേഷനിലേക്ക് പോയിക്കോളൂ. ശരി. ഓക്കെ. ജാസ്മിൻ, യെസ് സർ. നമ്മുടെ ഗസ്റ്റിനെ ഒന്ന് അറ്റൻഡ് ചെയ്യണേ. ഓക്കെ സർ. ഹലോ സർ, വെൽക്കം ടു ദി KSRTC കംഫർട്ട് സ്റ്റേഷൻ. ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു സർ? അതായത് ഒന്നിനാണെങ്കിൽ 200 rupees, രണ്ടിനാണെങ്കിൽ 500 rupees. ഇതിലേത് ഓപ്ഷനാണ് സാർ തിരഞ്ഞെടുക്കുന്നത്? എനിക്ക് ഒന്നിനാണ് പോകേണ്ടത്, പക്ഷെ എന്റെ ചേഞ്ച് ഇല്ലല്ലോ മാഡം. നോ പ്രോബ്ലം സർ. ഫിസിക്കലി ഞങ്ങൾക്ക് ഇവിടെ ക്യാഷിന്റെ ആവശ്യമില്ല. സാർ ഈ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്ന അതേ സമയം തന്നെ സാറിന്റെ അക്കൗണ്ടിൽ നിന്നും ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഓട്ടോമാറ്റിക്കലി ക്യാഷ് ക്രെഡിറ്റ് ആയിക്കോളും. അയ്യോ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിക്കാം സർ. കയറിക്കോളൂ. ഹാവ് എ നൈസ് ടൈം. എൻജോയ്. ഓക്കെ. എക്സ്ക്യൂസ് മീ സർ. സാറിന് അതിനുള്ളിൽ കയറി രണ്ടാമത്തെ ഓപ്ഷനാണ് തിരഞ്ഞെടുക്കാൻ തോന്നുന്നതെങ്കിൽ സാർ അവിടെ ഇരുന്ന് ഇങ്ങനെ ഒന്ന് വിളിച്ചാൽ മാത്രം മതിയാകും. വിളിച്ചാൽ ബക്കറ്റും വെള്ളവുമായി ഞങ്ങളുടെ സ്റ്റാഫ് അവിടെ എത്തിയിരിക്കും. സർ, ഹാവ് എ നൈസ് ഡേ. എൻജോയ് സർ. എന്നാ സെറ്റപ്പാ ഇത്? ഇത് KSRTC ബസ് സ്റ്റാൻഡ് തന്നെയാണോ? അയ്യോ, എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അതോ എയർപോർട്ടോ? എന്തൊരു മാറ്റം അതിന്റെ! എന്നാ സുഖം, എന്നാ മണം! അയ്യോ, ഒരു രക്ഷയില്ല. എന്നാ സുഖം! ആഹാ ആഹാ. കക്കൂസിരിക്കുമ്പോഴോ ശല്യം ചെയ്യണേ? ഇത് KSRTC ബസ് സ്റ്റാൻഡാ. ഇവിടെ നിന്ന് ഉറങ്ങാൻ നിന്റെ വീടിന്റെ ഉമ്മനാണത്. അയ്യോ സാറേ, ഇവിടെ നിന്ന് അറിയാതെ ഉറങ്ങിപ്പോയി. സാറേ, ഉറങ്ങിയപ്പോ ഞാൻ ഉഗ്ര സ്വപ്നം കണ്ടു സാറേ. KSRTC ബസ് സ്റ്റാൻഡ് എയർപോർട്ട് പോലെ ആയിരുന്നായിരിക്കും. ഇവിടെ വന്ന എല്ലാ യാത്രക്കാരെയും സ്വപ്നം അതാ. പക്ഷെ ഞങ്ങള് ജീവനക്കാർ ഇവിടെ ഉള്ളപ്പോ അത് നടക്കാൻ പോണില്ല. ഒന്നും നന്നാകാൻ സമ്മതിക്കരുത് കേട്ടാ. ഈ വീട് പിടിക്കാൻ നോക്കടാ. പോടാ, ഇവിടെ ഒറ്റ യാത്രക്കാരും വേണ്ട. പോടാ, വീട്ടിൽ പോടാ. KSRTCക്ക് ഇവിടെ യാത്രക്കാരുടെ ആവശ്യമില്ല. എന്താടാ അവിടെ ബസ്സിൽ കയറി കൊല്ലിച്ച കല്ലെടുത്തറിയും. പോടാ, നല്ല വീട്ടിൽ പോ. അതെ, ബക്കറ്റും വെള്ളോട്ട് ഇപ്പഴാണോ വന്ന? ബക്കറ്റും വെള്ളോ? തനിക്ക് എന്തോടാ, പ്രാന്താണോ? മേഡം, ഈ കൊല്ലത്തേക്ക് ബസ് ഉണ്ടോ? ആകപ്പാടെ കൊല്ലത്തിൽ 2 ബസ്സാണ് ഇതിനുള്ളിൽ കയറണത്. ഇതൊക്കെ എന്നോട് എന്തിനാണോ ചോദിക്കണത്? അവിടെ അന്വേഷണ മുറി എഴുതി വെച്ചിട്ടുണ്ട്, അങ്ങോട്ട് പോയി ചോദിക്ക്. ഈ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് കൊല്ലത്ത് നിന്നും കോഴിക്കോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന KSRTC സൂപ്പർ ഫാസ്റ്റ് KL 607 എന്ന ബസ്സിൽ നിങ്ങളുടെ സ്വന്തക്കാരോ കൂട്ടുകാരോ സുഹൃത്തുക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു ചോദിക്കണേ, ബസ് എവിടെ എത്തിയെന്ന് ഒരു പിടിയില്ല. പിന്നെ ഈ വഴി പോവുകയാണെങ്കിൽ ഇവിടെ ഒന്ന് കയറാൻ പറയണേ. താൻ ഈ കോഴിക്കോട് ബസ് കണ്ടായിരുന്നോ? കോഴിക്കോട് ബസ് അവിടെ കിടപ്പുണ്ടായിരുന്നു. എടോ, അവിടെ കിടപ്പുണ്ടായിരുന്നോ? പക്ഷെ ഇപ്പൊ കാണുന്നില്ലെന്നേ. അത് പോയി കാണും. പോയി കാണുമെന്നോ? ആ ഡ്രൈവർ എന്ത് പണിയാ കാണിച്ചത്? എന്നെ കേറ്റാണ്ട് പോയോ? ഞാൻ ആ ബസിന്റെ കണ്ടക്ടർ ആന്നേ. ആ, നല്ല ഡ്രൈവർ തന്നെ. അയ്യോ, ഡ്രൈവറിന്റെ സൗണ്ട്. ആ, ദേവരുന്ന്. വണ്ടി എന്തേ? വണ്ടി എവിടെ? ഏത് വണ്ടി? നിങ്ങളല്ലേ ഡ്രൈവർ? അതിന്റെ എന്നോടാണോ ചോദിക്കണേ? നീ വണ്ടി എവിടെ കൊണ്ടുപോയിട്ടത്? വണ്ടി എവിടെ കൊണ്ടുവന്നില്ല? നിങ്ങൾക്ക് എന്താ പ്രാന്താണോ? എന്റെ ദൈവമേ, ഞാൻ വണ്ടി അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്താണല്ലോ. ഇപ്പൊ നോക്കിട്ട് വണ്ടി അവിടെ കാണില്ല. അവിടെ കാണുന്നില്ലേ? ആ ബസ്സിലെ യാത്രക്കാർക്ക് എന്തെങ്കിലും അത്യാവശ്യം കാണും, അവരെടുത്തു പോയി കാണും. നിങ്ങളെന്ന് പ്രതീക്ഷിച്ചിട്ട് ഒരു കാര്യമില്ല. എന്നെക്കാളും നല്ല ഡ്രൈവറാ വണ്ടി എടുത്തോണ്ട് പോയേക്കണത്. മനസ്സിലായില്ല? സാധാരണ ഞാൻ വണ്ടി എടുക്കാൻ നേരത്തെ ഒന്നെങ്കിൽ ഏതെങ്കിലും വണ്ടിയുടെ ഹെഡ്ലൈറ്റ് അല്ലെങ്കിൽ മൂല ഇത് പോക്കാ. ഇപ്പൊ അവിടെ കിടക്കുന്ന വണ്ടിക്കൊന്നും ഒരു കുഴപ്പവും ഇല്ല. അതുള്ളതാ പറഞ്ഞത്. എന്റെ ദൈവമേ, എന്റെ ചോറ് പോയേ. സങ്കടപ്പെടണ്ട, എല്ലാവർക്കും അവരുടെ ജോലി അവരുടെ ചോറാ. അതല്ലടോ, എനിക്ക് ഉച്ചയ്ക്ക് തിന്നാനുള്ള ചോറ് ആ വണ്ടിക്കകത്ത്, അത് പോയില്ലേ. അയ്യോ, സ്റ്റണ്ട് മാസ്റ്റർ വന്നിട്ടുണ്ട്. അല്ലല്ല, സ്റ്റേഷൻ മാസ്റ്റർ വന്നിട്ടുണ്ട്. ഇതുവരെ പോയില്ലേ ഇവിടുന്ന്? എനിക്ക് കൊല്ലത്തിന് പോണം. ഞാൻ കൊണ്ടോട്ടെ? എങ്ങനെ? ഞാൻ കാറിൽ കൊണ്ടുപോയാക്കാം. കൊല്ലം വരെ കാറിൽ ഞാൻ സാറിന്റെ തൊണ്ടടയല്ലേ? ചളിയാണ്. എടാ, അതാണോ പറഞ്ഞത്?
അതായത് എനിക്ക് സ്വന്തമായിട്ട് കാറുണ്ട്. ആ കാറിൽ നിന്ന് ഞാൻ കൊല്ലത്ത് കൊണ്ടേ ആക്കാം. മീറ്റർ കാശ് തന്നാ മതി. മീറ്ററിന് എത്ര രൂപയാവും? ഇവിടെ മീറ്ററിന് അതല്ല പറഞ്ഞത്, മീറ്റർ വാടക തന്നാ മതി. എന്നാ വാ പോകാം. അതല്ലെന്ന് ഒരു 3 പേരെ കൂടി പിടിക്കണം, അല്ലെങ്കിൽ ട്രിപ്പ് നഷ്ടമാ. അപ്പൊ എങ്ങനെ പിടിക്കും? നമുക്ക് വിളിക്കാലോ. സാറേ ഒന്ന് നിർത്തി, ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ ഇതുവരെ ഡ്യൂട്ടിക്ക് കയറിയില്ലേ? ഇല്ല സാറ്, ചെറിയൊരു കയ്യബദ്ധം പറ്റി. എന്താണ് പറഞ്ഞോ? കോഴിക്കോട് സൂപ്പർ ഫാസ്റ്റ് ബസിന്റെ ഡ്രൈവർ ആണല്ലോ ഞാൻ. ഒന്നും പറയണ്ട, എനിക്ക് മനസ്സിലായി. താക്കോല് കാണാനില്ല. അല്ലെന്ന്, വണ്ടി തന്നെ കാണാനില്ല. വണ്ടി എവിടെ പോയി? ഞാൻ അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്ത, ഇപ്പൊ നോക്കിയപ്പോ വണ്ടി അവിടെ ഇല്ല സാറേ. അപ്പുറത്താ ചരിവില്ല. ഇതിപ്പോ ഞാനും പെട്രോളോടെ ഇതിനകത്ത്. ഇപ്പൊ എന്ത് ചെയ്യും സാറേ? നിങ്ങളൊരു പണി, ടെൻഷൻ അടിക്കണ്ട. ഇവിടുന്ന് നേരെ ചെന്ന് കഴിയുമ്പോൾ 7.5 കിലോമീറ്റർ കഴിയുമ്പോ ഐമുറി എന്ന് പറയുന്ന ഒരു ജംഗ്ഷൻ ഉണ്ട്. വണ്ടി അവിടെ ഉണ്ടാവും. അതിനകത്ത് യാത്രക്കാർ കയറിയിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി. നീ വണ്ടി എടുത്തോണ്ട് പോയിക്കോ. അതെങ്ങനെ സംഭവിക്കും സാറേ? അത് KSRTC ബസ്സല്ലേ, അത് സ്ഥിരം ഓടുന്ന റൂട്ടല്ലേ. അപ്പൊ അതിനറിയാം ഏതിലേ പോണം, എവിടെ ചെന്ന് നിക്കണോന്നൊക്കെ. നീ ബ്രേക്ക് ചവിട്ടിയിട്ടാണോ അത് നിക്കാറ്? അതിന് തോന്നുമ്പോ അത് നിക്കും, അപ്പൊ തോന്നുമ്പോ ഓടും. അത്രേ ഉള്ളു കാര്യം. അപ്പൊ പേടിക്കണ്ട കേട്ടോ. അതെ, നിങ്ങൾ 3 പേരും പെട്ടു. ഇല്ലില്ല, ഞങ്ങള് 2 പേരില്ലേ, ഇവള് മാത്രമേ ഉള്ളൂ. എന്നത് പെറ്റ കേസല്ലേ? നിങ്ങൾ 3 പേരും പെട്ട് മന്ത്രി മിന്നൽ പരിശോധനയ്ക്ക് വരുന്നുണ്ട്. നമ്മള് പറ്റി. എടി ജോലി പടി, ഇവിടെയൊക്കെ മുറ്റൊക്കെ അടിച്ചു വാരിയിട്ട് നീ പോയി ചായക്ക് വെള്ളം വെക്ക്. ഞാൻ പോയിട്ട് പഴംപൊരി മിച്ചറും മേടിച്ചോണ്ട് വരാം. അങ്ങനെ സാർ പോണ്ട, സാർ ഇവിടെ നിന്നാ മതി. എക്സ്ക്യൂസ് മീ സാർ. എന്നെയാണോ? അല്ല, തന്നെയല്ല സാർ. എന്നെയോ? എക്സ്ക്യൂസ് മീ സാർ. ഞങ്ങൾ ഇവിടെ സംസാരിച്ച സാർ കേട്ട് കാണുമല്ലോ. ഞാൻ കേട്ടു. ദൈവത്തെ ഓർത്ത് അത് മന്ത്രിയോട് പറഞ്ഞു കൊടുക്കരുത്. ഞങ്ങളുടെ കൂടെ തന്നെ നിക്കണം. നിങ്ങളുടെ കൂടെ നിൽക്കാൻ ഞാൻ നേരത്തെ വിളിച്ച പോലെ ഒന്നുകൂടെ വിളിക്കണം. എക്സ്ക്യൂസ് മീ സാർ. ഞാൻ നിങ്ങളുടെ കട്ടക്കുണ്ട് സാറേ. അയ്യോ സാറേ, ഇതെന്താ പരിപാടി? പരിശോധന. ഇങ്ങനെ പോയാൽ നടുവിന്നല്ലോ. ചിങ്കാരി മേളക്കാർ ഓടി കിടക്കണ പോലെയാണല്ലോ. ബാ ഓടി വാ. ആരാടോ സ്റ്റേഷൻ മാസ്റ്റർ? ആരാ? എടാ നീ വേണമെങ്കിൽ അയക്കോ. ഞാനകത്തില്ല. നീ വേണമെങ്കിൽ അയക്കോ. എനിക്ക് നല്ല പോസ്റ്റാ. സ്റ്റേഷൻ മാസ്റ്റർ അയക്കോ. എനിക്ക് കൊല്ലത്തിന് പോണം. ആരാണ് സ്റ്റേഷൻ മാസ്റ്റർ? ഞാനാ. അറിയാമെങ്കിൽ പിന്നെ നേരത്തെ പറയണ്ട. ഞാനാ. അത് കുളിച്ചില്ല, പനിയാ, ജലദോഷം. ഞാൻ കുളിക്കാൻ നിനക്ക് എന്തെങ്കിലും ചെയ്യാതിരിക്കുക. എടോ, ഈ കൺഫർട്ട് സ്റ്റേഷനിലേക്ക് കാലെടുത്ത് കുത്താൻ പറ്റണില്ല. മൊത്തം വൃത്തികേടായിട്ട് കിടക്കല്ലേ. അതെങ്ങനെ സംഭവിക്കും? അതിന്റെ അകത്തൊന്നും ആരും കേറാറില്ല. എല്ലാരും ആ മതിലിന്റെ ചൊട്ടിപ്പോയാണ് കീച്ചാറുള്ളത്. ഞാനും എന്ത് അന്തസ്സായിട്ടാണ് പറയണത്. അതല്ലേ പറഞ്ഞത്. അതിന്റെ ഉള്ളിൽ ചവരുമൊക്കെ വെറുതെ കുത്തിവരച്ചിട്ടാക്കിയാണ്. അത് ആർട്ട് വർക്കല്ലേ? അതും പോരാഞ്ഞിട്ട് ലതാന്ന് പേര് എഴുതിയിട്ട് അതിന്റെ അടിയിൽ ഒരു ഫോൺ നമ്പർ എഴുതി വെച്ചാക്കണം. ഞാനും കണ്ടായിരുന്നു. നമ്പർ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആരൊക്കെ സേവ് ചെയ്ത് വെച്ചാലും ഞാൻ ഒരു കാര്യം പറയാം. ഇന്ന് മുതൽ ആ ഫോണിലേക്ക് ആരും കോൾ ചെയ്ത് പോകരുത്. എന്താ എടോ, ലതയുടെ അടിയിൽ എന്റെ നമ്പറാ എഴുതി വെച്ചാക്കണം. അയ്യോ, സാറിന്റെ നമ്പറാ. ഇപ്പൊ രാത്രിയില്ല പകലില്ലാതെ എനിക്ക് കിടക്കപ്പുറത്തില്ല. ഇന്നലെ രാത്രി 12 മണിക്ക് ഒരുത്തർ എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറയാ, ഈ ബസ് സ്റ്റാൻഡിന്റെ മൂല വരെ ഒന്ന് വരാവോ? ഞാൻ മന്ത്രിയാണെന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പൊ അവൻ പറയണ എനിക്ക് ലത തന്നെ വേണമെന്നില്ല, ചന്ദ്രി ആയാലും മതിയെന്ന്. സൈബർ നോക്കിക്കോളും. സൈബർ നോക്കിക്കോളും. പിന്നെ ഞാൻ ഈ മിന്നൽ പരിശോധന കഴിഞ്ഞ് ഇപ്പൊ തന്നെ പോകും. അതിന്റെ ഉള്ളിൽ ഇവിടെ വന്ന യാത്രക്കാർക്കോ ജോലിക്കാർക്കോ എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞോളാം, ഇവിടെ വെച്ച് തീർത്താക്കാം. ഇവിടെ ആർക്കും ഒരു പരാതി ഇല്ല. ഞാൻ മിന്നിച്ചോട്ടെ. എനിക്കൊരു പരാതിയുണ്ട്. കൂടെ പറഞ്ഞിട്ട് കൂടെ നിന്ന് പരാതി പറഞ്ഞോളാം. എന്താ പരിപാടി? അത്യാവശ്യത്തിന് വണ്ടിയുണ്ടോ? ആരാ പറഞ്ഞത് അത്യാവശ്യത്തിന് വണ്ടിയില്ലാന്ന്? 2 ഇന്നോവ, 3 ഡസ്റ്റർ, 4 സ്വിഫ്റ്റ്, പോരാത്തതിന് ഒരു താറും. ആരുടെ അത്യാവശ്യത്തിന്? എന്റെ അത്യാവശ്യത്തിന് വീട്ടിൽ കിടപ്പുണ്ട്. അതല്ല, ഞങ്ങളുടെ അത്യാവശ്യത്തിന് വണ്ടിയുണ്ടോ? നിങ്ങൾക്ക് അത്യാവശ്യത്തിന് വണ്ടി വേണമെങ്കിൽ നിങ്ങൾ EMI വഴി ഒരു വണ്ടി എടുക്കും. അതല്ല പറഞ്ഞ, യാത്രക്കാർക്ക് അത്യാവശ്യത്തിന് പോകാനായിട്ട് ബസ്സില്ല ഇവിടെ. അയ്യോ, ആരാ ഈ അബദ്ധങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കി? യാത്രക്കാരിയാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ 7.5 കോടിയുടെ ഒരു വണ്ടി ഞാൻ പരിചയപ്പെടുത്തിയില്ലേ? 7.5 കോടി ഇച്ചിരി കടുപ്പാ. 7.5 കോടി കടുപ്പാണ്. വാങ്ങിച്ചപ്പോ 1.5 കോടി ആയുള്ളൂ. നവീകരണത്തിന് വേണ്ടി കോടികൾ കൊടുക്കില്ലേ? 2.5 കോടി. എന്ത് നവീകരണം ചെയ്തത്? അതിന്റെ സൈഡിൽ ഗ്ലാസിന്റെ അവിടെ ഇരുന്ന കർട്ടൻ ഇല്ലേ? കർട്ടൻ, അതിന് തന്നെ ലക്ഷങ്ങളുടെ വിലയില്ലേ? എന്താ കർട്ടന്റെ പ്രത്യേകത? പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ കർട്ടൻ അടച്ചിട്ട് കഴിഞ്ഞാൽ പുറത്തുനിന്ന് അകത്തേക്ക് നോക്കി ഒന്നും കാണാൻ പറ്റും. അകത്തുനിന്ന് പുറത്തേക്ക് നോക്കിയാലോ പിന്നെ കാണത്തേ ഇല്ലല്ല. എന്തെങ്കിലും കാണണമെങ്കിലോ ആ തുണി മാറ്റി നോക്കിയാൽ മതി. അതാണ് ലക്ഷങ്ങളുടെ കർട്ടൻ. പിന്നെ അത് മാത്രോ, ചരടിനാണ് ഏറ്റവും വലിയ ഇത് വന്നത്. ചരടടിക്കൂലേ, അതിനാണ് കോടിക്കണക്കിന് രൂപ വന്നത്. ചരടിന് കോടിക്കണക്കിന്. അതെന്ത് ചരടാ സാറേ? നമ്മൾ ഈ ബസ്സൊക്കെ മേടിക്കുന്നതിന് എന്തൊക്കെ ചരട് വലിച്ചിട്ട് വേണം ഇതൊക്കെ നടത്താനായിട്ട്. അതിന് വേണ്ടിയിട്ട് കോടികൾ മുടങ്ങിയിട്ടുണ്ട്. ചരട് വലിക്കാനാണ് കോടികളായത്. പിന്നെ TV എന്ന് പറഞ്ഞ ഭയങ്കര പ്രത്യേകത. അത് ഓണാക്കിയാലേ കാണാൻ പറ്റുള്ളൂ. വാഷിംഗ് മെഷീൻ ഉണ്ട്, പിള്ളേർക്ക് കളിക്കാനുള്ള പ്ലേയറി ഉണ്ട്, അങ്ങനെ മാടക്കടയുണ്ട്. അങ്ങനെ എല്ലാരും കൂടി കൂട്ടൊരു 3 കോടി അതിനായിട്ടുണ്ട്. എന്റെ സാറേ, ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് 6.5 കോടി ആയിട്ടുള്ളൂ. ബാക്കി 1/2 കോടി കൂടെ കാണണം. 1/2 കോടി
അരക്കോടി കണക്കാൻ ഒപ്പിച്ചു തന്നാ പോരെ. ഈ വണ്ടി മൂടാനുള്ള തുണി ജർമ്മനിയിൽ നിന്ന് വരുത്തിച്ചതിന് അരക്കോടി 1500 രൂപ. 1500 രൂപ ഞാൻ എന്റെ കയ്യിൽ നിട്ടതാ. കയ്യിൽ നിടുന്നു. 7 കോടിയുടെ വണ്ടി എന്തിനാണ് മൂടിയിട്ടിരിക്കുന്നത്? 7 കോടി രൂപ വണ്ടി വെയിലും മഴയും കൊള്ളിച്ച് റോട്ടിൽ കൂടെ ഓടിക്കാനായിട്ട് വല്ല ഭ്രാന്തണ്ടാ? അത് തന്നെയല്ല ഇവരെ പോലുള്ള ഡ്രൈവർമാരല്ലേ ഇത് ഓടിക്കണത്. ഈ പോണ വഴിക്ക് എവിടെയെങ്കിലും ചെന്ന് തട്ടേ മുട്ടേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർക്കാരിന് നഷ്ടമല്ലേ? അങ്ങനെ സർക്കാരിന് നഷ്ടം വന്ന ഒരു പരിപാടി ഞാൻ നടത്തൂല. ആ പരാതി അങ്ങോട്ട് മാറിയില്ല. ഞാൻ പിന്നിച്ചോട്ടെ. സാറേ എനിക്കൊരു പരാതിയുണ്ട്. എന്ത് പരാതി? ഞങ്ങൾ ഡ്രൈവർമാർക്ക് ജോലി ഭാരം ഇച്ചിരി കൂടുതലാ. അത് ക്ലച്ച്, ആക്സിലേറ്റർ, ബ്രേക്ക് ഇത് 3ഉം കൂടാണ്ട് ഗിയറും ഉണ്ട് സ്റ്റിയറിംഗും ഉണ്ട്. ഇത് 5ഉം ഞാൻ ഒറ്റയ്ക്കാ കൈകാര്യം ചെയ്യുന്നത്. പിന്നീട് ആരും ഓടിക്കുന്ന വണ്ടിക്ക് അതൊക്കെ മാറ്റി തരാം. അതല്ല സാർ, ഒരു ഹെൽപ്പിങ്ങിന് ഒരാളെ കൂടി വെച്ച് കഴിഞ്ഞാൽ മിനിമം ആ ഹോണെങ്കിലും അടിക്കാൻ ഒരാളെ കിട്ടിയ എനിക്കൊരു സഹായമായ. ഹെൽപ്പർ വേണം. അതൊരു നല്ല ആശയമാണ് അത്. പക്ഷെ അങ്ങനെ ഹെൽപ്പറെ കൊണ്ടുവന്ന് ഈ ഹെൽപ്പർ എവിടെ ഇരുത്തും? എന്റെ തൊട്ടടുത്ത് തന്നെ ഒരു സീറ്റ് ഇട്ട് കൊടുത്താൽ മതി. എന്തിന്? അവൻ നിന്റെ സീറ്റിലിരിക്കട്ടെ. നീ കുറച്ചു നാളെ നീ നിന്റെ വീട്ടിലിരിക്കി. ഇവന്റെ ജോലി ഭാരവും കുറയും, സർക്കാരിന്റെ ഭാരവത്തിന് കുറഞ്ഞിട്ട്. നല്ല തീരുമാനം. പരാതിയൊന്നും ഇല്ലേ? ഇല്ല. അല്ല സാറേ, കണ്ടക്ടറിന്റെ ചീട്ട് കീറുന്നില്ലേ? ഓൾറെഡി ഒരുത്തരുടെ ചീട്ട് കീറിയാൻ വെച്ചാക്കിയാണ്. ഇനി നിന്റെ ചീട്ട് കൂടി ഞാൻ കീറണോ? അപ്പൊ എല്ലാ പരിപാടിയും തീർന്നില്ലേ? മിന്നിക്കല്ലേ സാറേ, ഒരുപാട് പരിഷ്കാരങ്ങളൊക്കെ ഇപ്പൊ കൊണ്ടുവന്നല്ലോ. സാറ് എന്ത് പരിഷ്കാരമാണ് അടുത്തതായിട്ട് കൊണ്ടുവരാൻ പോണെന്ന് ആൾക്കാർ ഇങ്ങനെ കാത്തിരിക്കുക. അതല്ലേ അടുത്ത പരിഷ്കാരം എന്ന് പറഞ്ഞാൽ എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ്. ശ്രദ്ധയിൽപ്പെട്ട അങ്ങനെ ഇങ്ങനെ ഒന്നും ശ്രദ്ധിക്കാറില്ല. കാര്യം ശ്രദ്ധിക്കില്ലല്ലാതെ. അപ്പൊ ഉണ്ടല്ല, ഈ നമ്മള് സ്റ്റേഷനിൽ വണ്ടി കൊണ്ടുവന്ന് നിർത്തുന്നതിന് മുമ്പ് ഈ യാത്രക്കാര് ഈ ശൗചാലയത്തിൽ ഓടിപ്പോണ ഒരു പ്രവണതയുണ്ട്. ഭയങ്കര ഇതായിരിക്കും. ഓടും. ശ്രദ്ധിച്ചായിരുന്നു? ആര് ശ്രദ്ധിക്കണത്? ശ്രദ്ധിച്ചായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അത് ഭയങ്കര അപകടം പിടിച്ച പരിപാടിയാണ്. അപ്പൊ ഇനി മുതൽ നമ്മള് ശൗചാലയത്തിലേക്ക് ഓടണ്ട. പിന്നെ ശൗചാലയം ഇങ്ങോട്ട് ഓടി വരും. എവിടെ ചിന്തിക്കുന്നു അവിടെ ശൗചാലയം. അപ്പൊ ഈ ശൗചാലയം ഓടി വന്നിട്ട് ഈ ബസിന്റെ ഡോറായിട്ട് കണക്ട് ചെയ്യും. എന്നിട്ട് അപ്പൊ ഇതിനകത്തുള്ള യാത്രക്കാർക്ക്, ഡ്രൈവർക്ക്, കണ്ടക്ടർക്കൊക്കെ ഇതൊക്കെ യൂസ് ചെയ്യാം. യാത്രക്കാർക്കൊക്കെ യൂസ് ചെയ്യാം. അല്ല, അതിന് പ്രത്യേകിച്ച് പൈസ ഒന്നുമില്ലല്ലേ, ഫ്രീ ആയിട്ട് ആൾക്കാർക്ക് യൂസ് ചെയ്യാലോ അല്ലേ? ഇതിനൊക്കെ ആരെങ്കിലും പൈസ ചോദിക്കും. പക്ഷെ അതിന്റെ പേരില് ടിക്കറ്റ് ചാർജിൽ ഒരു ചെറിയൊരു വർധനവുണ്ടാകും. ഇതൊക്കെ എനിക്ക് നിങ്ങൾക്ക് നോക്കാൻ പറ്റൂ. അപ്പൊ ഇത് ക്ലീൻ ചെയ്യുന്ന ആരാ? അത് ഈ സമയത്ത് ഡ്രൈവർ ഫ്രീ അല്ലേ? ഡ്രൈവർ ക്ലീൻ ചെയ്യട്ടെ. ഞാനാ? പിന്നെ ഞാൻ ബക്കറ്റും ബ്രഷായിട്ട് പറ്റോ? നോമതിനില്ല. ഇല്ല, ഇരിക്കണ ഡ്രൈവിംഗ് സീറ്റിന്റെ ചുറ്റുപാട് വൃത്തിയാക്കാത്ത ടീമാ ഇനി ബാത്റൂം വൃത്തിയാക്കാൻ പോണം. സാറേ, ഞാനൊരു കാര്യം പറയട്ടെ, ഇതിനേക്കാളൊക്കെ നല്ലത് ഏതായാലും ഇഷ്ടംപോലെ സീറ്റ് KSRTC ബസ്സിലുണ്ടല്ലോ. ഇഷ്ടം പോലെ. ഈ സീറ്റിന്റെ ഓരോന്നിന്റെ അടിയിലും ഓരോ യൂറോപ്യൻ ക്ലോസറ്റ് വെച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ലേ? കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാനൊന്നുമില്ല. ഇത് ഞാൻ ഇന്നലെ ബാത്റൂമിൽ ഇരുന്നപ്പോ ചിന്തിച്ചൊരു വിഷയമാണ്. സാറ് ചുമ്മാ ഡംബീസ് അടിക്കുവാണ്. അടിക്കുവന്നല്ല, ഈ പുള്ളി ഓവർടേക്ക് ചെയ്ത് പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഞാനത് ആലോചിച്ചതാ. അപ്പൊ അതിന് നമുക്ക് ഒരു തീരുമാനം ഉണ്ടാക്കാം. ഈ ജർമ്മനിയിൽ നിന്ന് നൂതന സാങ്കേതിക വിദ്യകളുള്ള നല്ലീനം ക്ലോസറ്റുകൾ ഇവിടെ വരുത്താം. എന്തിനാ സാർ ജർമ്മനിയിൽ നിന്ന് വരുത്തണ? നമ്മുടെ നാട്ടിൽ കിട്ടൂല ക്ലോസറ്റ്? ഈടോ, നമ്മുടെ നാട്ടിലെ ക്ലോസറ്റുകൾക്കൊക്കെ ക്വാളിറ്റി ഉണ്ടോ? അതില്ല. നമ്മുടെ നാട്ടിൽ എന്തിനെങ്കിലും ക്വാളിറ്റി ഉണ്ടോ? ഇല്ല. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അന്യരാജ്യക്കാരെ ആശ്രയിക്കണം. അല്ല സാർ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ അന്യരാജ്യങ്ങളിലുള്ള സാധനങ്ങൾക്ക് ഇത്ര ക്വാളിറ്റി വരാൻ എന്താ കാരണം? ഞാനത് ആലോചിച്ചിട്ട് അത് ഞാൻ ആലോചിച്ചു, എനിക്ക് മനസ്സിലായി. അതായത് ആ രാജ്യങ്ങളുടെയൊക്കെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർക്ക് ക്വാളിറ്റി ഉണ്ട്, അതുകൊണ്ടാണ് ആ നാട്ടിൽ നിന്ന് വരുന്ന പ്രൊഡക്റ്റിന് ക്വാളിറ്റി ഉള്ളത്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ തലപ്പത്തിരിക്കുന്ന എല്ലാവർക്കും ഒരു ക്വാളിറ്റി വന്നാൽ താഴെയുള്ള എല്ലാത്തിനും ക്വാളിറ്റി ഉണ്ടാവും. കൊള്ളാം. അതിന് തനിക്ക് ഞാൻ പ്രത്യേകമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഡിസ്മിസ് ചെയ്യുന്നു. എന്ത് കാര്യത്തിന്? എടാ, ഇയാൾക്ക് ക്വാളിറ്റി ഉണ്ടെന്ന്. അങ്ങനെ ക്വാളിറ്റി ഉള്ള ഒരു സാധനവും നമുക്കിവിടെ വേണ്ട. Welcome back, viewers, and you're watching Comedy Masters. Presenting before you the viral star Pratima. Viral star ഞാൻ എടുത്തു പറഞ്ഞെങ്കിലും എല്ലാവർക്കും ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫേസ് ആണ്. ഒറിജിനൽ വോയിസിനെക്കാട്ടിലും കൂടുതൽ മിമിക്രി ചെയ്യുന്ന വോയിസുകളാണ് അല്ലെ? ഇന്ന് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ എന്നൊക്കെ വെക്കുന്നു? ചെറുതായിട്ട് തൊണ്ടയ്ക്ക് ചെറിയൊരു
കിരികിരിപ്പ്. ശരി, എന്നാൽ ഈ കിരികിരിപ്പിൽ നിന്ന് അല്ലേലും ഇത് കണക്ക് പ്രോഗ്രാം ഉള്ള സമയത്ത് എങ്ങനെയെങ്കിലും ഒക്കെ വരും. ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഡബിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ? സീരിയൽ ഡബ് ചെയ്യുന്നുണ്ടായിരുന്നു, പിന്നെ കുറെ സിനിമയൊക്കെ ചെയ്യാൻ പറ്റി. അടിപൊളി, സൂപ്പർ. അപ്പൊ എന്തായാലും പ്രതിമയുടെ പെർഫോമൻസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ കാണാൻ പോകുന്നത്. അപ്പൊ എങ്ങനെയാ പരിപാടി തുടങ്ങുന്നല്ലേ? തുടങ്ങാം. ശരി, കാണാം. നാട്ടിൽ ഞാൻ സൈക്കിൾ ഓടിക്കൂട്ടോ. സൈക്കിൾ ബാലൻസ് ഉണ്ടെങ്കിൽ ഡ്രൈവിംഗ് എളുപ്പമാവുന്നേട്ടാ. അച്ഛൻ പറഞ്ഞത് നേരാ. അരുണേട്ടൻ മഹാഭിമാനിയാണെന്ന്. നേരിട്ടൊരൊറ്റ ചോദ്യം ശ്രീ വി വി രാജേഷ്. നേരിട്ടൊരൊറ്റ ചോദ്യം ശ്രീ വി വി രാജേഷ്. അസ്സാം ഭാരത് റേഷന്റെ കാര്യം വരുമ്പോൾ ഇപ്പോൾ പുറത്താക്കപ്പെട്ടിട്ടുള്ള 19 ലക്ഷം പേരിൽ മുസ്ലിങ്ങളല്ലാത്ത 13 ലക്ഷം പേർക്കും ഇന്ത്യയിലെ നിയമം ബാധകമാകുമല്ലോ അല്ലേ? അവനെ ഹഗ് ചെയ്തേനല്ലേ ഈ കുശുമ്പ്. അസൂയാർഹമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കുന്ന ഒരു ഫ്രണ്ടിനെ കെട്ടിപ്പിടിച്ചു വന്നിരിക്കും, ചിലപ്പോ ഉമ്മ വെച്ചു വന്നിരിക്കും. ബട്ട് എന്നെ സ്നേഹിക്കുന്ന 1000 ഇരട്ടി ഞാൻ മൊയ്തീനെ സ്നേഹിക്കുന്നുണ്ട്. അതിനേക്കാൾ ഒരു 10,000 ഇരട്ടി മൊയ്തീൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. വെറുതെ തർക്കിച്ച് ജയിക്കാൻ എന്നെ ഹേർട്ട് ചെയ്യാൻ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ ആലോചിച്ചു അനുഭവന്റെ തലയിൽ കൂടെ പോകുന്ന 10,000 കാര്യങ്ങളാ. അതൊന്നും നിനക്കറിയില്ല, അതുകൊണ്ട് മര്യാദക്ക് സംസാരിച്ചോ. ഞാൻ മാറില്ല. എനിക്ക് ഇപ്പൊ അറിയണം അവളെയാണോ വേണ്ടേ എന്നെയാണോ വേണ്ടേ. നീ പറഞ്ഞ അനുസരിച്ചിട്ട് പൊക്കോ. தெரியுது அதோகிட்ட ஓப்பனா சொல்லிடு. கதிச்சுதா பிடிக்கும், நான் கதிச்ச கூட்டுதான் இருப்பேன், அது டைரக்டா சொல்லிடு. ഹലോ മോനെ, രംഗമോനെ, ഹാപ്പിയാണോ? ഹാപ്പിയാണോ? ഒരു നാടിനെ ജയിച്ച കള്ളനാ നിന്റെ അച്ചാച്ചൻ. ഒരു കള്ളനാവണമെങ്കിൽ ആദ്യം മണ്ണിനെ അറിയണം. സാർ എനിക്ക് ഗുരുവാണ്. യഥാർത്ഥത്തിൽ വിഷ്വൽ മീഡിയയിലേക്ക്, മാധ്യമ പ്രവർത്തനം എന്നുള്ളൊരു ചെറുപ്പത്തിലുള്ള ആഗ്രഹമാണെങ്കിലും വിഷ്വൽ മീഡിയയിലേക്ക് ഞാൻ വരാനുള്ള കാരണം NB നികേഷ് കുമാർ എന്ന് പറയുന്ന തീപ്പൊരി റിപ്പോർട്ടറാണ്. പേടിയും നിരാശയായിരുന്നു. എല്ലാത്തിനും ഫസ്റ്റ് കിട്ടിയില്ലെങ്കിൽ വഴക്ക് കേൾക്കുമോ എന്നുള്ള പേടി. പെണ്ണാണ് ഭരിക്കുന്നതെങ്കിലും പെണ്ണിന് എന്താണ് കുഴപ്പം? പെണ്ണിന് എന്താണ് കുഴപ്പം? ആണിന്റെ അന്തസ് കാണിച്ചു എന്നാ ഫിലിപ്പോസ് അങ്കിളോ? ഞാൻ കണ്ടില്ല കേട്ടോ. ഞാൻ പത്മ അനിയത്തിയ. മിസ്റ്റർ കുഞ്ഞാള് സ്മാർട്ടാട്ടോ, എനിക്കിഷ്ടായി. அதான் கேக்குறேன். இவ்ளோ சொல்றவ என்ன கூட இருக்குன்னு பச்சை சொல்ல வேண்டியதானே மிஸ்டர் குமரன். ആഹാ, നീയാണോ? എന്താ ദാസപ്പാ? ഈ മാധവൻ കുട്ടിക്ക് ഒരു ഇരട്ടപ്പേരുണ്ടായിരുന്നല്ലോ മോനെ, അതെന്തുവാ? ഈ മാധവൻ കുട്ടിക്ക് ഒരു ഇരട്ടപ്പേരുണ്ടായിരുന്നല്ലോ മക്കളെ, അതെന്തുവാന്ന്? ഈ പള്ളിയുടെ മുന്നിൽ വെച്ചാ എന്റെ മാത്തൂട്ടിച്ചായൻ എന്നോട് ആദ്യമായിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞത്. നീ നോക്കണ്ടടാ, നിന്റെ അച്ഛൻ ജോലി തൊപ്പി തന്നെയാണ് ചത്തത്. അതിൽ നിനക്ക് അഭിമാനിക്കാപ്പെടാ. അച്ഛനെ കുട്ടി ആർക്കാടാ കാണേണ്ടത്? ആർക്കാടാ കാണേണ്ടത്? പ്രേമമെന്ന സിനിമ എന്റെ ജീവിതത്തിൽ തന്നെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ പോവാം. ഞാൻ ഒരിക്കലും നിങ്ങളെ പിടിച്ച് താണ്ടി ഇങ്ങനെ വെക്കത്തില്ല. എന്നൊന്നും ഞാൻ പറയത്തില്ല. തുറന്നങ്ങ് വിട്ടേക്കുവാ. നിങ്ങൾക്ക് പോകാം, വരാം. അവളുടെ കഥ കഴിഞ്ഞു. ഒരു കുമാരി കരഞ്ഞുകൊണ്ട് വരുന്നു. നമുക്ക് എന്താണ് തിരക്കം മഹാരാജ? സൂപ്പർ സൂപ്പർ. 22 അതെ അല്ലേ? ഞങ്ങൾ ഓരോന്നും കഴിയുമ്പോ കൈ അടിക്കാനുള്ള ഗ്യാപ്പ് കിട്ടുന്നില്ല. അതുകൊണ്ട് അതെല്ലാം കൂടെ ചേർത്ത് നമ്മളിപ്പോ തരും. കിട്ടില്ലായിരുന്നു. മിക്ക വോയിസുകളും നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ചില വോയിസുകളും നമുക്ക് കേൾക്കാൻ പറ്റി അല്ലേ? ഇനിയുണ്ടോ ഐറ്റംസ്? അടുത്തത് നമ്മുടെ മമ്മൂക്കയുടെ ഫോൺ പേയുടെ ഒരു ശബ്ദമല്ലേ, നന്ദിയുണ്ട് എന്ന് പറയുന്നത്. അത് വേറെ ചില താരങ്ങൾ ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതൊന്ന് ട്രൈ ചെയ്യാം. പുതിയ പരിപാടി. അതെ. ₹10 received on phone pay. Thank you. ഞാൻ പത്മ 50 രൂപ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സന്തോഷം. ഇനി പറഞ്ഞോട്ടോ. അപ്പൊ നന്ദിയുണ്ടേ. താങ്കൾ അയച്ചിരിക്കുന്ന 750 രൂപ ഞങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിരിക്കുന്നു. നന്ദി, നമസ്കാരം. അടിപൊളി. ഇത് ഒരു തെറ്റായ നിലപാടാണ്. QR കോഡ് സ്കാൻ ചെയ്തില്ലെങ്കിൽ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷുകൾ ലഭിക്കുകയില്ല എന്നറിയിക്കുന്നു. താങ്കൾ അയച്ചിരിക്കുന്ന മുഴുവൻ കാശും ഞങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിരിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരു 10,000 രൂപ അല്ല 1,000 രൂപ അക്കൗണ്ടിലേക്ക് കയറിയിട്ടുണ്ട്. 150 രൂപ എന്ന് പറഞ്ഞപ്പോൾ 200 രൂപ ഇട്ടു അല്ലേ? എനിക്കറിയാം, ചേട്ടൻ മഹാഭിമാനിയാ. അപ്പൊ നന്ദിയുണ്ടേ. താങ്ക് യു. കഴിഞ്ഞോ?
ഇത് ഭയങ്കര നന്നായിരുന്നു കേട്ടോ, സീരിയസ്ലി. ആൻഡ് അവരുടെ ക്യാരക്ടർ പിടിച്ചിട്ട് അമൗണ്ടും അതിന്റെ രീതിയിൽ മാറിക്കൊണ്ടിരിക്കേണ്ടായിരുന്നു. സൂപ്പറായിരുന്നു, നന്നായിരുന്നു, ഭയങ്കര ക്രിയേറ്റീവ് ആയിരുന്നു. ഇത് സ്വന്തം കൺസെപ്റ്റ് ആണ് ഈ സ്വന്തം. പിന്നെ ഇങ്ങനെ ഓരോ താരങ്ങൾ പാട്ട് പാടിയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതൊക്കെ ഞാൻ ഇങ്ങനെ എന്റെ ഇൻസ്റ്റയിൽ ചെയ്തിട്ട് ഇടാറുണ്ട്. അങ്ങനത്തെ ഏതെങ്കിലും ഒരെണ്ണം ഇപ്പൊ നമുക്ക് കേട്ട് നോക്കിയാലോ, പറ്റുമായിരിക്കോ? ചെയ്യാൻ വേണം ഒരെണ്ണം ജസ്റ്റ്, എനിക്ക് അറിയാൻ വയ്യാണ്ടിരിക്കുന്നു, പക്ഷെ എങ്കിലും ഒരു ഫീലിംഗ് സോങ്ങിൻ്റെത് ഷാനി പ്രഭാകർ, പിന്നെ നമ്മുടെ സുജയ പാർവതി, പിന്നെ അമല പോള്, ഭാവന, ഇവരൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പാടിയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് കേട്ടോ അല്ലേ? ജനങ്ങൾ പറയുന്നത് മല്ലിക ബാണന്റെ അമ്പുകളിൽ തുടങ്ങാനാണ്. ആ ഓക്കെ ശരി. ആരണ്ടി കൊസാരി, ഏതണ്ടി കൊസാരി, പൗത്തക്കുവ, പതണ്ടി കൊസാരി. ഇത് ഒരു തെറ്റായ നിലപാടാണ്. പടുകൊണ്ട ഓസാരി, മലകൊണ്ട ഓസാരി, ഓസാരി അങ്ങനെന്തോ ആണ്. ആ ഏല് നോക്കുന്നുണ്ടോ ഓസാരി ഓസാരി, ആ കാലി നോക്കുന്നുണ്ടോ ഓസാരി ഓസാരി, నువ్వు పక్కనందా ప్రేదన్ కేసారి. അപ്പൊ ഞാൻ പാടുകയാണേ. വച്ചുണ്ടായി ഫീലിങ്സോ, വച്ചുണ്ടായി ഫീലിങ്സോ, വച്ച് വെച്ച് ചെമ്പേസ്തുണ്ടായി ഫീലിംഗ് ഫീലിങ്സോ. നമ്മള് ചോദിച്ചോണ്ട് അത് കിട്ടി നമുക്ക്. കൊള്ളായിരുന്നു, ഭയങ്കര ഇന്നോവേറ്റീവ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഫ്ലോറിൽ പല പെർഫോമൻസും മിമിക്രിയും വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സാധനം ഫീലിംഗ് സോങ്ങിനെ ഇങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്ത വേറെ ഒരാളും കണ്ടിട്ടില്ല, ഒരാളും. ഐ തിങ്ക് ദിസ് ഷുഡ് ബിക്കം മോർ വൈറൽ, ഈ പർട്ടിക്കുലർ ഫീലിംഗ് സോങ്. ചേച്ചി പ്രീതിമ ഞങ്ങളുടെയൊക്കെ ഒരുപാട് ഷോയ്ക്കുള്ള സ്കിറ്റില് ഡബ് ചെയ്തിട്ടുള്ള ആളാ. അത് ഓരോ വോയിസ് അല്ല, ഒന്നിൽ കൂടുതൽ വോയിസ് ഒക്കെ ഡബ് ചെയ്തിട്ടുണ്ട് സ്കിറ്റിലൊക്കെ ഒരുപാട് വിധം. അല്ല എന്തായാലും ഇതിന്റെ ഇടയ്ക്ക് ഡബിങ്ങിന്റെ എല്ലാത്തിന്റെ ഇടയ്ക്ക് ഇത് പ്രാക്ടീസ് ചെയ്യുന്ന തന്നെ വലിയ കാര്യം. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇവരെല്ലാരും പണ്ട് കുറെ എന്താ പറയാ സ്റ്റാൻഡപ്പ് കോമഡി അല്ലാതെ ഇതൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പൊ ആ ഒരു ടച്ച് പോയില്ലേ? കോമഡി ഇല്ലേ ചേച്ചി? അല്ല അങ്ങനെയല്ല, ആ ടച്ച് പോയി. ഇപ്പൊ അങ്ങനത്തെ ഒരു ഇപ്പൊ എല്ലാരും ഇങ്ങനെ കുറെ ആർട്ടിസ്റ്റ് വന്നിട്ടേ സൂപ്പർവായി ചെയ്തിട്ടുണ്ട്. ആൻഡ് അങ്ങനെയൊക്കെ ചെയ്യാനുള്ള മനസ്സും ആൻഡ് ധൈര്യം, ഹാറ്റ്സ് ഓഫ്. അതാണ് ചേച്ചി എന്റെ ബിന്ദു മണിക്കൊക്കെ പൊളിഞ്ഞു പോകാനുള്ള റീസൺ. ഇനി മിണ്ടരുത് ചേച്ചി. എന്നാലും ഇത്ര അപ്രീസിയേഷൻ ഒക്കെ കൊടുത്ത സ്ഥിതിക്ക് നമുക്ക് അതോടൊപ്പം തന്നെ നമ്മുടെ സ്നേഹം കൂടെ കൊടുക്കണ്ടേ? അപ്പൊ പ്ലീസ് ജോയിൻ. ഓക്കെ. പ്രീതിമ, ഞങ്ങളുടെ സ്നേഹ സമ്മാനം എന്താ ലണ്ടൻ ക്ലാസിക്കിന്റെ രൂപത്തിലാണ് ലഭിക്കുന്നത്. ഓക്കെ ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. കാണാം. സ്റ്റുഡൻസ്, നമ്മുടെ ഈ അക്കാഡമിക് ഇയറിൽ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. നിങ്ങളുടെയൊക്കെ പ്രോഗ്രസ് കാർഡ് എന്റെ കയ്യിൽ കിട്ടിയിരിക്കും. അയ്യോ, നിങ്ങൾ സെൽഫായിട്ട് ഒന്ന് നിങ്ങളെ തന്നെ ഒന്ന് വിലയിരുത്തുക. എന്തിന്? കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാനൊന്ന് ചോദിക്കട്ടെ. ഞാൻ പെട്ടെന്ന് സ്കൂളിലേക്കൊക്കെ പോയതുകൊണ്ടാ, സോറി. അങ്ങനെയും പോയല്ലോ. പോരാ നിന്നെ മൂട് വിട്ടാക്കട്ടെ, ചിരിച്ചു. ശരി, കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാം. നമുക്ക് എല്ലാവർക്കും ഒരേ ഉത്തരമായിരിക്കും നമ്മൾ മിക്കപ്പോഴും എത്താം. നമുക്ക് നോക്കാം. അങ്ങനത്തെ ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ കൂട്ടത്തിലെ ഏറ്റവും പിശുക്കൻ അല്ലെങ്കിൽ പിശുക്കി അല്ലെങ്കിൽ പിശുക്ക് കാണിക്കുന്ന ആരാണ്? ഓ അത് പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ എന്നെ തന്നെ എടുക്കും ചിലപ്പം. ഞാൻ ഒന്നും വാങ്ങി തന്നിട്ടില്ലല്ലോ. ബട്ടർ പെന്നകത്ത് ബട്ടർ ഉണ്ട്, അത് ഇവിടെ തിന്നിട്ടാണ് ചേച്ചി. നീ അങ്ങനെയൊക്കെ ചെയ്യും. ഒരു കാര്യം ബർഗറിന്റെ അകത്ത് ചിക്കൻ എടുത്തിട്ട് എന്റെ അടുത്ത് വെജിറ്റബിൾ ബർഗർ ഇട്ടാണെന്ന് പറഞ്ഞ് തന്നാലാണ്. വെജിറ്റബിൾ ബർഗർ എവിടെ ഉള്ളത്? അയ്യോ, രണ്ട് ബണ്ണ് ഒരു കാര്യം ചെയ്യാം. ഇതിൽ ആരാണ് ഏറ്റവും കൂടുതൽ പിശുക്കെന്നുള്ളത് നമുക്ക് അടുത്ത ആഴ്ച അറിയാം. കാരണം നമ്മൾ ചളി പറയുന്നതിൽ ഞാൻ ഇച്ചിരി പിശുക്കാണ്. ഞാൻ അതിൽ പോലും പിശുക്കാറില്ല. ഡിസ്ക്ലോസ് ചെയ്ത് എല്ലാരും നല്ല പിള്ളേരായതുകൊണ്ട് അത് നമ്മൾ വിട്ടിരിക്കുന്നു. എങ്കിൽ അടുത്ത ചോദ്യം, ഇവിടെ ഷൂട്ടിന് ആരാണ് ആദ്യം വരുന്നത്? ആദ്യം ഫുഡ് കഴിക്കാൻ പോണത് അവള്. അല്ല, പല ദിവസങ്ങളിൽ ഷൂട്ട് കഴിഞ്ഞ അവള് പോവാറില്ല, സ്റ്റുഡിയോ റൂമിനകത്താണ് കിടക്കുന്നത്. സിൻസിയറിറ്റി. രാവിലെ ഇവിടെ സെക്യൂരിറ്റി റൂമിൽ നിന്ന് കുളിച്ച് വീട്ടിൽ കയറി വന്ന് ഇവിടെ മുറ്റത്ത് നിന്ന് പല്ലൊക്കെ തേച്ച് നമ്മൾ വരുമ്പോഴത്തേക്ക് മുറ്റം എമ്പളത്തിൽ പിടിച്ചിട്ട് ലുങ്കി എടുത്ത് അതും കൂടെ പറയണം. അത്ര സിൻസിയറിറ്റി കാണിക്കുന്നതാണ്. അപ്പൊ എന്നെ പറഞ്ഞത് താങ്ക് യു സോ മച്ച്. ഇനിയത്തെ ചോദ്യം, ഈ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും കൂടുതൽ മേക്കപ്പ് ഇടുന്നത്? മേക്കപ്പ് ഇടുന്ന ഏറ്റവും കൂടുതൽ ഇടുന്നത് ശ്രീവിദ്യ. ഓപ്പൺ ആണോ? ശ്രീവിദ്യ. പക്ഷെ ഞാൻ എപ്പോഴും മിററുമായിട്ട് ഇരിക്കുന്ന കാണുന്നത് അവള് ഉറങ്ങണമെന്ന് നോക്കണത്. ചേച്ചി ലിപ്സ്റ്റിക് ഏറ്റവും കൂടുതൽ മേക്കപ്പ് എന്നല്ലെങ്കിലേ ചേച്ചി ലിപ്സ്റ്റിക് എങ്കിലും ഇടണമെന്ന്.
അയ്യോ കളിയാക്കി തന്നോ? ശരി, നമുക്ക് ശ്രീവിദ്യനെ ഇപ്പൊ തൽക്കാലം വെക്കാം. ഓക്കെ, സന്തോഷായില്ലേ? എനിക്ക് അടുത്ത ചോദ്യം. അയ്യോ, ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഫുഡ് കഴിക്കുന്നത് ആരാണ്? സത്യം പറയട്ടെ, അങ്ങനെ പറയാൻ പാടുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. ഡയനക്ക് ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ, 2 ചപ്പാത്തി ഒരു കിണ്ണം നിറച്ചുള്ള ചോറൊക്കെ കഴിക്കും. കഴിക്കാറുണ്ട്, നമ്മൾ ഇടയ്ക്ക് സ്നാക്സ് കഴിക്കാറുണ്ട്. എല്ലാരും ചോദിച്ച് മേടിച്ച് കഴിക്കാറുണ്ട്. കഴിച്ചോണ്ടിരിക്കുകയാണ്. ഈ കൂട്ടത്തിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ഫോൺ ഉപയോഗം? ഡയാന. അതായത് ബ്രേക്ക് സമയത്ത് അമൃത ചാനലിന്റെ PCR പോലും ഇത്രയും സ്ക്രീൻ ഇല്ല. ഇങ്ങനെയാണ്. ഹലോ ഇന്ന് വരാമേ, നാളെ US ഇപ്പുറത്ത്. എന്റെ അമ്മ എന്താണെന്നറിയോ? അതെ, ഡയാനയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ കൂട്ടത്തില്. പക്ഷെ എല്ലാരും ഉപയോഗിക്കും. ഞാൻ ഏറ്റവും കുറവാട്ടോ. ഞാനില്ല. ഒരത്യാവശ്യത്തിന് വിളിച്ച ഫോൺ എടുക്കില്ല. ഉപകാരമുണ്ട്. അതെ, ബാ എങ്കിൽ അടുത്ത ചോദ്യം ചോദിക്കാൻ പോവാണ്. ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ട്രോള് കിട്ടുന്നത് ആർക്കാണ്? നമുക്ക് ഇച്ചിരി ഫ്രീഡം കൂടുതൽ ഉള്ളതിന്റെ രീതിയിൽ നമ്മൾ അഖിലിനെയാണ് പോയാലും ഒക്കെ നമ്മൾ ട്രോൾ. ഇവിടെ അഖിലുണ്ട്, ഡയന ഉണ്ട്. ശരിയാ. ഇവളോട് പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. ഈ കൂട്ടത്തിൽ, അതായത് നമ്മുടെ ഈ കൂട്ടത്തിൽ ഷൂട്ട് ഒന്ന് വേഗം കഴിഞ്ഞ് പോയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ തീർന്നു കിട്ടിയാൽ എത്രയും പെട്ടെന്ന് പോവാൻ പറ്റും എന്ന് വിചാരിക്കുന്ന ഒരാൾ, വിചാരിക്കുന്നതിലൊക്കെ ഇച്ചിരി ധൃതി. അതെന്താ സോറിടാ. അല്ല, ഞാൻ യൂഷ്വലി ഷൂട്ടിംഗ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഇറങ്ങി പോകുന്നതാണ് ഒരു പതിവ്. നമ്മളെല്ലാരും ഇറങ്ങി പോകുന്ന ധൃതി കാണുന്നത് ശ്വേതാജിന്റെ. പക്ഷെ ഭയങ്കര പ്ലാനിങ് ചെയ്യുന്നത് എലീനയാണ്. 9 മണിക്ക് നമ്മൾ തുടങ്ങുന്നു, 10 മണിക്ക് ഇത് കഴിയുന്നു, 9 മണിക്ക് ഇത് ഓക്കെ, എന്നിട്ട് അതൊന്നും നടക്കാറില്ല. എന്നിട്ട് ഞാൻ 9:30 വരുമെന്ന് പറഞ്ഞ് 70 പേരെ ഹോട്ടലിന്റെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്യിപ്പിക്കും. 9 മണിക്ക് ഞാൻ ഇവിടെ എത്തും, 9 മണിക്ക് ഷൂട്ടിംഗ് ഞാൻ ഇവിടെ എത്തും. അവിടെ ചെല്ലുമ്പോൾ ഒരു ഗ്രാമ ഫ്രണ്ടിൽ ധർണയിരിക്കും പോലെ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, പങ്ക്ച്വാലിറ്റിയുടെ കാര്യത്തിൽ ഞാൻ അടിപൊളിയാണ്. അത് സത്യം കേട്ടോ. എന്റെ ടീമിനെ ഞാൻ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എജെ, ഹെയർ ചെയ്യുന്ന ആള്, രശ്മി, താങ്ക് യു സോ മച്ച്. പക്ഷെ അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല. അത് ഇത്രയല്ലേ വരുള്ളൂ. ഞാൻ നാച്ചുറൽ മേക്കപ്പാ പറയുന്നത്. നല്ല പാവം. ആ രേജയോ അതോ ഞാനോ? ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. ഈ കൂട്ടത്തിൽ നമ്മൾ ആരും പറയാത്ത ഒരു വ്യക്തി ആരാണ്? സിംബോളിക് നാടകം. പക്ഷേ രാത്രി 8:30 മണി മുതൽ 9 മണി വരെ ധൃതി കാണിക്കുന്ന ചോദിച്ചത് ഞാൻ പറയാം. ഇല്ല, കഴിഞ്ഞു നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞു. പെട്ടെന്നാവട്ടെ, എനിക്ക് പെട്ടെന്ന് പോണം. നമ്മളെ ടോപ്പ് 10 at 10 ഇല്ലേ, ആ ഏട്ടന് ദോശം അടിച്ചു കൊടുക്കണം. അതുകൊണ്ട് ഒന്ന് വൈൻഡപ്പ് ചെയ്യും. അടുത്ത ന്യൂസ് ആണ് വരാൻ പോകുന്നത്. അപ്പൊ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ദിവസം കാണാം. അതിരിക്കും. ബൈ.